ഗാസയിൽ ഇസ്രയേലിന് വീണ്ടും തിരിച്ചടി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇസ്രയേലിൽ നിന്ന് ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ മാസത്തിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദിയാക്കി കൊണ്ടുപോയ ആളുകളുടെ 2 പേരുടെ കൂടി മൃതദേഹം ഗാസ സ്ട്രിപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഹോസ്റ്റേജ് ഡീല് വളരെ വക്കിലെത്തിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഈ ബന്ദികളെ വിട്ടയക്കുന്ന ഡീൽ ഹമാസുമായി കരാറിലെത്തുമെന്ന് US-ന്റെ പ്രതിനിധികളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ആളുകൾ ദിനം പ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ഒരു വാർത്ത ഇസ്രയേലി മാധ്യമങ്ങൾ മുഖേന ഇസ്രയേലികളെ തേടിയെത്തുന്നത്. ഒരുപക്ഷെ മുമ്പ് 251 ആളുകളെ ഹമാസ് ബന്ദിയാക്കി ഇസ്രയേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും 90-ൽ പരം ആളുകളെ 2023 സെപ്റ്റംബറിൽ തന്നെ ഒരു ഡീലിലൂടെ, ഒരു വെടിനിർത്തലിലൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ 34 പേർ ഈ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ അത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്രൂരതയിൽ ഇസ്രയേലികളും ഓരോ ദിവസവും ബന്ദിയാക്കി കൊണ്ടുപോയ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത കേട്ടിട്ട് ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഇവരെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾ കഴിയുന്നതും ശ്രമിച്ചു, ഹമാസുമായി ഡീലിലെത്തുവാനും ഞങ്ങൾ ശ്രമിച്ചു, അതുപോലെ ജീവനോടുകൂടെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല എന്നതാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ പ്രയത്നിച്ചു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് ഇസ്രയേലി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭീകരരാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹമാസിനെ ഇല്ലാതാക്കുവാനും ഹോസ്റ്റേജസിനെ, തങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയ ഇസ്രയേൽ 400-ൽ പരം ദിവസങ്ങൾ യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ ഇല്ലാതാക്കുവാനോ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനോ കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഒരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന ഇസ്രയേൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ ദിനംപ്രതി, കുട്ടികളെയും സ്ത്രീകളെയും പ്രായഭേദമന്യേ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ബോംബർ വിമാനങ്ങളെ കൊണ്ട് കൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരതയാണ് ഈ ഗാസ സ്ട്രിപ്പിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടക്ക് നമുക്കറിയാം, ഹമാസ് ഈ ഹോസ്റ്റേജസിനെ ഒന്നായി ഒരു സ്ഥലത്ത് താമസിപ്പിക്കുകയല്ല ചെയ്തത്. ടണലുകളിലാണെങ്കിൽ പോലും ഈ ഓരോ സ്ഥലങ്ങളിലും വെവ്വേറെയായി ചിതറി കുറച്ച് ഒരു സ്ഥലത്ത്, കുറച്ച് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ താമസിപ്പിക്കുകയാണ് അവരവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ബോംബർ വിമാനങ്ങളെ കൊണ്ട് ഗാസയിലെ സാധാരണ ജനങ്ങളെയും ഹമാസിന്റെ ടണലുകളെയും ഒക്കെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള സ്വാഭാവികമായി അതിലുള്ള ഈ ഇസ്രയേലി പൗരന്മാരും മരിച്ചു വീഴുക എന്നത് സ്വാഭാവികമാണ്. ഇസ്രയേലിൽ നിന്ന് മുമ്പ് വിട്ടയച്ച ആളുകൾ തന്നെ പറഞ്ഞതാണ്, ഹമാസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഇസ്രയേലിൽ പ്രചരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല, അവർ ഞങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്തു എന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ വെടിനിർത്തലിൽ വിട്ടയച്ച ആളുകൾ പറഞ്ഞതാണ്. പക്ഷെ ഇവരെ കൊല്ലുന്നതൊക്കെയും, ഇസ്രയേലി പൗരന്മാരായ ബന്ദികളെ കൊല്ലുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്രൂരതയാണെന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷെ ഇത്തരത്തിൽ തൻ്റെ ആളുകളെ തന്നെ ബോംബർ വിമാനങ്ങളെ കൊണ്ട് കൊന്നു നശിപ്പിക്കുകയും അവസാനം മൃതദേഹം ലഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഹമാസിൻ്റെ മേലിൽ ഇട്ടുകൊണ്ട് സ്വന്തം ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്റ്റേജസിന് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വക്കിലെത്തിയിരിക്കുന്നു എന്നൊക്കെ ടൈംസ് ഓഫ് ഇസ്രയേലും അതുപോലെ അമേരിക്കൻ പ്രതിനിധികളും ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരേ ഒരു പിടിവാശി കൊണ്ട് മാത്രമാണ് ഈ വെടിനിർത്തൽ നീണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഇന്റർനാഷണൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഹമാസിന്റെ ചില ഡീലുകൾ, ചില നയങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അദ്ദേഹം നിരുപാധികമായി ഹമാസ് കീഴടങ്ങണമെന്നുള്ള രീതിയിൽ ഫലസ്തീനിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഇസ്രയേലിൽ ജയിലുകളിൽ കഴിയുന്ന ഹമാസിന്റെ ആളുകളെ വിട്ടുകൊടുക്കാതെ തന്നെ ഈ ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കണം എന്നൊക്കെ രീതിയിലുള്ള ഒരു ഡീൽ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് കൂടിയും
പിടിവാശി കൊണ്ടും മാത്രമാണ് ഈ ബന്ദികളെ വിട്ടുകിട്ടാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇസ്രയേലിൻ്റെ മണ്ണിൽ ഭരണകൂടത്തിനെതിരെ തങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരെ തിരിച്ചെത്തിക്കുന്നത് വരെ വളരെ ശക്തമായ സമരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾ, ബന്ദിയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ദിവസങ്ങളോളമായി വളരെ വലിയ സമരത്തിലാണ് എന്ന് നമുക്കറിയാം. അവിടെയുള്ള ഹൈവേകൾ തടഞ്ഞു വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ടെല്ലവീവിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ സമരങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് ഇത്തരം സമരക്കാരെ ചെയ്തിരുന്നതെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ ഈ ഹോസ്റ്റേജസിനെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കൊന്നൊടുക്കുകയും IDF തന്നെ കൊന്നൊടുക്കുകയും അവസാനം മൃതദേഹം ഇസ്രയേലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകര പ്രധാനമന്ത്രി ഗാസയിലെ ആളുകളെ മാത്രമല്ല സ്വന്തം ജനങ്ങളെയും കൂടി കൊന്നൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ വേണം നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ പറയാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.